ആക്ട്രസ് റോമയുടെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ഒരുപാട് പേര് പറയുന്നത് പുള്ളിക്കാരി സിന്ധിയാണ്, ഞാനും സിന്ധിയാണ്, എന്തെങ്കിലും പേരൊന്ന്. അതെ, ഇല്ല, ചെന്നൈയാണ്. ഇതൊക്കെ എങ്ങനെ പഠിച്ചു നേരം കൊണ്ട്? എന്റെ പഴയ ആളെ. അല്ല, കോമഡി എന്താന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡും പറയാറുണ്ട് എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, നിങ്ങൾ നമ്മൾ ഇനി മാറിപ്പോയത്. ഞാൻ ആവശ്യമില്ല അത് പറയരുത്. ആ ഉണ്ട്, ഞാൻ ഒരു ഇവന്റിന് എന്റെ തൊട്ടപ്പുറത്തിരിക്കണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങള് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുകയും ചെയ്തു ഞാനും സിന്ധിയാന്നൊക്കെ. ഒരു റോമായപ്പോ അടുത്ത റോമോ എല്ലാം റോമ. അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര ട്രാവലിംഗ് ഇഷ്ടമാണ്, എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടം, കൂടുതലും ട്രാവലിംഗ് ഇഷ്ടമാണ്. ഡാൻസ് അതല്ല ഞാൻ പറയാം, പാട്ട് എവിടെ കണ്ടാലും ഞാൻ കയറി കളിക്കും. കയറി കളിച്ചിട്ട് വൈറലായത് ഈ അടുത്താണെന്നുള്ളൂ. പിന്നെന്താ, സുംബ കളിപ്പിക്കാൻ പറ്റും, കാരണം സുംബ വളരെ ഈസിയാണ്. അല്ല, സീരിയസ്ലി എന്തിട്ടാലും ഞാൻ പറയട്ടെ, ഇത് നമ്മളൊരു ചാലഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം. അല്ല, നമ്മള് ഡാൻസ് അല്ലല്ലോ ചെയ്യുന്നത്, നമ്മള് സുംബ ചെയ്യും. സുംബ എന്ന് പറയുമ്പോ ഞാൻ പറയട്ടെ 4 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്ക് സുംബ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. കൊണ്ട് സൂംബ ചെയ്യിപ്പിച്ചാൽ തീർന്ന്. ഇനി കേരളത്തിൽ വേറെ സൂംബക്കാരെ ഫേമസ് ആവാൻ സമ്മതിക്കത്തില്ല. കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയ സൂംബ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു ഡിസംബർ 8 ഒരു ഇവന്റ് വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം. ഇന്റർവ്യൂ ഉണ്ട്, തൃശ്ശൂരിന്റെയാണ് ഇവന്റ് വരുന്നത്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഇവന്റ് ആണ്. ചേംബർ ഓഫ് കോമേഴ്സ് നമ്മുടെ ഇൻഡോർ സ്റ്റേറ്റ് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ നോക്കട്ടെ, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. തൃശ്ശൂർ ഇൻഡോർ സ്റ്റേറ്റ് പോയി നോക്കാം, കൈ കൊടുക്കാൻ. അടുത്ത അപവാദികൾ ഇങ്ങനെ നിൽക്കുന്നു, ചാടിപ്പി. എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ഇല്ല, കുഴപ്പമില്ല. വരൂ, ഞാൻ ക്ഷണിച്ചിരിക്കാണ്, നമുക്ക് ഒരുമിച്ച് സുംബ ചെയ്യും. അത് കൊള്ളാം, ചുമ്മാ പഠിച്ചു നോക്ക് കേട്ടോ. ഈ ഭിന്നശേഷി അവർക്കും സുംബ ചെയ്യാറുണ്ടല്ലോ, ഭിന്നശേഷി ആൾക്കാർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. അവരുടെ ഒരു പ്രോഗ്രാമിന് ഞാൻ സുംബ പഠിപ്പിച്ചിട്ട് അവർ സുംബ പെർഫോം ചെയ്തിരുന്നു. ഈസിയാണ്, ഞാൻ പല ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റും. ഞാൻ അവർക്ക് പോയി ട്രെയിനിങ് കൊടുത്തു. അപ്പൊ അവരുടെ പാരന്റ്സ്. ഇവരുടെ വേറെ വിഷയം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളിപ്പോ മറ്റ് മോഡൽസിനെ ട്രെയിൻ ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കുന്ന പോലെ അല്ല ഇവര്. ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്. അല്ല കാരണം നമ്മൾ വളരെ സ്നേഹത്തിലും വളരെ മയത്തിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടം. കാരണം പാട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവരിൽ നിന്ന് മറ്റൊരു രീതിയിലത്തെ ആ ഒരു പെർഫെക്ഷൻ അങ്ങനത്തെ സാധനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പെർഫെക്ഷൻ അല്ല, നമ്മൾ ഇതിൽ ഒരിക്കലും പെർഫെക്ഷൻ അല്ല. നമുക്ക് അവരൊരു ഫിയർ മാറ്റിയെടുക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ അവരെ ഹാപ്പി ആക്കുക, വേദിയിൽ അടിച്ചു പൊളിക്കുക. അതാണ് നമ്മുടെ ഒരു മെയിൻ കൂളാക്കുക. കാരണം ഇവര് കയറി നടക്കുമ്പോ ഏറ്റവും കൂടുതൽ താഴെ നിന്ന് സന്തോഷിക്കുന്ന പാരന്റ്സ് അടക്കം വർക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ അക്കാഡമിയിൽ എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാൻ സ്പെഷ്യൽ കിഡ്സ് ഉണ്ട്, ഇപ്പൊ നോർമൽ കിഡ്സിന്റെയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ കിഡ്സ് ആണ് കൂടുതലും. നോർമൽ ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാനുള്ള ഒരു ഇതുണ്ട് നമ്മുടെ ഫേമിന്. അല്ല, ഞാൻ പറയട്ടെ, ഓരോ പാരന്റ്സിനും ഓരോ മനോഭാവമാണ്. എല്ലാവർക്കും അവരവരുടെ മക്കൾ പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവ് പോസിറ്റീവ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും എന്നെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കും. അത് ഞാൻ അവരുടെ സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കിയിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. സോ നമ്മളത് എപ്പോഴും ഒരു ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് എടുത്ത് വളരെ മൈൽഡായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. കാരണം ഇത് കാണുന്ന പാരന്റ്സിന് അറിയാം, ഒരുപാട് പാരന്റ്സ് എന്നോട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ ആയിരുന്നു ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ അത്രയും സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇനി ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടാവുകയാണെങ്കിലോ എങ്ങനെയായിരിക്കും? ഞാനത് എന്താ പറയാ, നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ മക്കളാണല്ലോ, നമ്മളത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ സ്വീകരിക്കും. അതെ, ഞാനും ഭിന്നശേഷിയാണ്. അത് ഇന്നവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമായി. എന്നാലും ഞാൻ എന്തായാലും ഇനി ഉദ്ദേശിക്കുന്നില്ല, മക്കൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഒന്ന് മതി. അത് ശരിയാ.
പൊതുവെ ആരാണെങ്കിലും എന്ത് ചെയ്യുമോ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഭിന്നശേഷി പിള്ളേരിൽ തന്നെ അവരുടെ ഇടയിൽ തന്നെ ഈ മിസ് കേരള അതുപോലെ കോമ്പറ്റീഷൻ പ്ലാൻ ഉണ്ടോ? ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഓൾറെഡി ഒരു മിസ് കേരള ചെയ്തിട്ടുണ്ട്. പിന്നെ ഭിന്നശേഷി അതല്ല ഞാൻ പറഞ്ഞത്, ഒരു മത്സരം വെച്ചിട്ട് എനിക്ക് അത് ഒരു കോമ്പറ്റീഷൻ ശരിക്കും ഒരേ ടൈപ്പ് ആണല്ലോ. അല്ല, സി അവര് ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന കുട്ടികളുണ്ട്, മിണ്ടാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ. അവർ ആംഗ്യ ഭാഷയിൽ പറയും. ആ ആംഗ്യ ഭാഷയില് അവരുടെ പാരന്റ്സ് നമ്മളോട് അവരെന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ നോക്കുന്നത് അവരുടെ സെൽഫ് കോൺഫിഡൻസ്, അവരെത്ര കോൺഫിഡൻസോട് കൂടി വേദിയിൽ വരുന്നു, എത്ര കോൺഫിഡൻസിൽ നിൽക്കുന്നു. നമ്മൾ ആ കോൺഫിഡൻസ് ലെവലാണ് അവിടെ നോക്കുന്നത്, അല്ലാണ്ട് ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എനിക്കും തോന്നുന്നില്ല. എന്താ കാരണം? അങ്ങനെയാണ് എന്ത് സാധാരണ കുട്ടികൾക്ക് അല്ലല്ല, ഞാൻ പറയും സാധാരണ കുട്ടികളും ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഒരു കുഴപ്പമില്ല, ഒരു കോമ്പറ്റീഷൻ വരണം, അവർക്കും ഒരു എന്താ പറയാ, അത് ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാ ഫീൽഡിലും എതിർപ്പുണ്ടല്ലോ, എല്ലാ ഫീൽഡിലും. എതിർപ്പിന്റെ കാരണം ഇതാവാനാ സാധ്യത. അതായത് ഇങ്ങനെ ഇതിപ്പോ നോർമലി ഉള്ള ഏതൊരു മത്സരമാണെങ്കിൽ പോലും ആ ഒരു ഇങ്ങനത്തെ പ്രത്യേകിച്ച് ആർട്ട് കൾച്ചറൽ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഒരു കോമ്പറ്റീഷൻ ആവശ്യമില്ല. ഭിന്നശേഷി കുട്ടികളുടെ തന്നെ കൾച്ചറൽ മത്സരങ്ങളുണ്ടല്ലോ. അല്ലല്ല, അതെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ മ്യൂസിക്, ഇപ്പൊ പാട്ട് പാടുന്നവര് ഈ പാടി ചിലപ്പോ അതിനകത്തൊരു കോമ്പറ്റീഷൻ വെച്ചിട്ട് കാര്യമില്ല ശരിക്കും. ഇതിനകത്ത് എന്ത് ഇവര് അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഇതില് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇതിൽ മുന്നോട്ട് മത്സരം വരുന്നുണ്ട്. അപ്പൊ പേരന്റ്സിന് ഈഗോ വരുന്നുണ്ട്. ഇല്ല, പാരന്റ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കൂടെ നിന്നത്. മത്സരമാണെങ്കിൽ അവർ റെഡി ആയിരുന്നു, അവര് പേര് തരലും അവര് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇതില് നമ്മള് എല്ലാവരും വിജയികളാണ്, പക്ഷെ മത്സരം എന്ന് പറയുമ്പോൾ എൻഡില് 1, 2, 3 തന്നെ ഉണ്ടാവുള്ളൂ. അത് ആ സ്പിരിറ്റിൽ എടുക്കണം. പാരന്റ്സിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, സൊസൈറ്റിക്ക് പ്രശ്നമായിരുന്നു. അതൊരു പ്രശ്നമാണ്. അല്ല, എന്തിന് നമ്മൾ അവരെയും കൂടെ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് കുറവാ ശരിക്കും. ഇപ്പൊ നമ്മൾ കൊണ്ടുവരണം. സ്പോർട്സ് ഇവന്റ്സേ ഉള്ളൂ. ഈ പൊതുവെ കേരളത്തിലെ പേരന്റ്സിന്റെ അപ്രോച്ച് മറ്റു പേരന്റ്സിന്റെ അപ്രോച്ച് വ്യത്യാസമുണ്ടോ? അല്ല, എനിക്ക് പൊതുവെ ഫീൽ ചെയ്ത് കേരളത്തിലെ പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഭയങ്കര എന്ന് വെച്ചാല് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഞാൻ യുഎയിൽ പോയപ്പോ പാരന്റ്സ് സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ അവര് കുട്ടികളുടെ കാര്യത്തിലെ ഫ്യൂച്ചർ എന്തെന്ന് ചോദിച്ചൊരു ചോദ്യം അവരായിരുന്നു എന്നോട്. അപ്പൊ എനിക്കും തോന്നി അതും നമ്മളൊരു കൺസേണിൽ എടുക്കണം. എനിക്ക് ചോദ്യം, നിങ്ങൾക്ക് ഇത് കോമ്പറ്റീഷൻ അല്ലാതെ നടത്താൻ ഒരു ഓപ്ഷൻ ഇല്ലേ? നടത്തിയിട്ടുണ്ടല്ലോ. അതിനാണോ ഫാഷൻ ഷോസ് ചെയ്തത്? ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാഷൻ ഷോ നടത്തിയത്. അല്ലാതെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അത് ചോദ്യമല്ലേ? പേരന്റ്സിന്റെ കാലം കഴിഞ്ഞ ഇവരുടെ ജീവിതം എങ്ങനെയാ? അത് ചോദ്യമല്ലേ? 100%. അതില് അക്കാഡമി നമ്മള് നമ്മുടെ മക്കൾ ഇപ്പൊ നോർമൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കും എന്താണ്. ഇപ്പൊ ചില മടിയുള്ള കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അറിയാലോ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്താ പറയാ, അവരെ ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാം. കുറച്ച് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ചെറിയ ചെറിയ രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. അത് ഫ്രീ ആയിട്ട് നടക്കാനുള്ളൊരു ട്രെയിനിങ്. ഓക്കെ, അത് നമ്മൾ എന്നിട്ട് കുറച്ച് ഫേംസ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പ്ലേസ്മെന്റ് കൊടുക്കുക. അവരത്തിലേക്ക് പറയാ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ രീതിയിൽ ജോലി. അത് ഉറപ്പായിട്ടും എന്താ പറയാ, ഇപ്പോ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികളുണ്ട്. അവരിങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. അവർക്കും ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ അല്ല ഉദ്ദേശിക്കുന്നത്, അത് ഡിഫറെന്റ് ആണ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ്, അങ്ങനത്തെ ഗൈഡൻസ് ആണ് അവർ കൊടുക്കുന്നത്. അതായത് അവർക്ക് ഒരു ജോലി ചെയ്യുമ്പോ ഒരു പ്ലേസ്മെന്റിന് ഞാൻ പറയട്ടെ, ഒരു ഹോട്ടലിൽ നിന്ന് എനിക്കിപ്പോ ഒരു ഓഫർ ലെറ്റർ വരാണ്, ഇന്ന കുട്ടീനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ ഹോട്ടലുകാർ പറയുമ്പോൾ ആ ഒരു ട്രെയിനിങ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊടുത്തിട്ട് അവരെ നേരെ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാം. ഇവർ ചെയ്യുന്നത് മീൻ കൊടുക്കലല്ല, മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ്. അതാണ് ഇവന്റെ അപ്രോച്ച്. നമ്മളത് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയില്ല, ബട്ട് അത് മാക്സിമം സക്സസ് ആക്കാനുള്ള ഒരു എഫേർട്ട് നമ്മൾ എന്തായാലും അതിന് ഈ പറയും പോലെ പല കമ്പനീസും മുന്നോട്ട് വരണം, അവർക്കും ഒരു ഇത് വരണം, അങ്ങനത്തെ കുട്ടികൾക്കൊരു എന്താ പറയാ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളത്. ഇവന്റ്സ് മാത്രല്ല, നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പോ അതെ പബ്ലിസിറ്റി വേണം. ഇല്ല, നമ്മൾ നേരിട്ട് ഇറങ്ങിത്തിരിക്കുക. നല്ല നല്ല ഫേംസും നല്ല നല്ല കമ്പനീസും നേരിട്ട് പോയിട്ട് ഇങ്ങനെ സ്ഥാപനം ഉണ്ട്, നിങ്ങൾ വില്ലിങ് ആവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കറ്റിംഗ് ലെവലിലേക്ക് നമ്മൾ ഇറങ്ങണം. നിങ്ങളിപ്പോ ഇത് സോഷ്യൽ സർവീസ് ബാങ്ക് അങ്ങനെയാണല്ലോ പോകുന്നത്.
അപ്പൊ ഈ ഫണ്ടിങ്ങിന്റെ കാര്യം എന്തായിരിക്കും? ഫണ്ടിങ് നമുക്കിപ്പോ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവന്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാറുണ്ട്. ഇന്ന് അവർ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് കിട്ടി, എന്താ പറയാ, ഓവർ സ്പോൺസർഷിപ്പ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാമല്ലോ. കുറച്ചൊക്കെ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. നമുക്ക് ഇന്നേ വരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം മക്കൾക്ക് എന്ന് പറയുമ്പോൾ അധികം എക്സ്പെൻസ് ഇല്ല. കാരണം അവർക്കുള്ള ഒരു എന്താ പറയാ, നമുക്ക് മേക്ക് ഓവർ പാർട്ട്നേഴ്സ് കിട്ടാൻ, അവർക്കുള്ള ഒരു ഫുഡും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ട്രാവൽ, അവർക്കുള്ള മെമെന്റോ, അങ്ങനത്തെ ഒരു എക്സ്പെൻസ് ആണ് നമുക്ക് വരാറുള്ളത്. ഇങ്ങനത്തെ ബിസിനസ് പിള്ളേരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, മറ്റുള്ള ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലേ ഒരിക്കലും പോകുമ്പോ? എങ്ങനെ കള്ളത്തരം ഇവർക്ക് മനസ്സിലാവില്ലല്ലോ, കള്ളത്തരങ്ങളാ. അല്ല, അതാണല്ലോ പറഞ്ഞത്. നമ്മൾ എന്താണെങ്കിലും അവർക്ക് സൊസൈറ്റിനെ മനസ്സിലാക്കാനും അവരെ പെർഫെക്റ്റ് ആയിട്ട് അവരുടെ നിലയിൽ കേപ്പബിൾ ആക്കാനുള്ള ട്രെയിനിങ് ആണല്ലോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്ലാതെ വേറെ കാര്യമുണ്ട്. ഇവരിപ്പോ ട്രാവൽ ചെയ്യുന്നതും ഇങ്ങോട്ട് എത്തുന്നതും അതിന് ആ ഒരു പ്രത്യേക ഒരു സർക്കിളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ ഇവർ. അല്ലാതെ ഇവർ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും പോകത്തില്ല. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് വിട്ടാൽ സൂപ്പർ മാർക്കറ്റിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് നിന്ന് അവർ ഇറങ്ങി കഴിഞ്ഞാൽ അവർ നേരെ ഒരു വണ്ടിയെ കയറുന്നു, വീട്ടിൽ വിടും. അപ്പൊ അടുത്ത റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുത്ത് വീട്ടുകാർ. അത്രേ ഉള്ളവർ. ഇവർക്ക് കോർപ്പറേഷനെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് പോകാം. നമ്മൾ നോക്കും, നമുക്ക് മാക്സിമം സപ്പോർട്ട് കിട്ടാവുന്ന ഏരിയകളിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അങ്ങനെ വല്ലതാണോ? NGO രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് CSR അതെ അങ്ങോട്ട് പോകും. അതിനെന്താ കൊടുത്തിട്ടുണ്ടല്ലേ നമ്മള്? ഞാനും ഇതുപോലെ ട്രസ്റ്റാ രജിസ്റ്റർ ചെയ്തത്. ഈ സെലിബ്രിറ്റീസ് അസോസിയേറ്റ് ചെയ്യാറുണ്ട് നിങ്ങളുടെ? പിന്നെ നമ്മള് ഇവന്റ്സ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഈവൻ പൈസ പോലും മേടിക്കാതെ അവര് പ്രോഗ്രാം, ഇപ്പൊ ഞാൻ പറഞ്ഞു ഷൈൻ ടോം ചാക്കോ, അന്ന് ആ ട്രെൻഡിങ് നിൽക്കുന്ന സോങ് ആയിരുന്നു. പക്ഷെ അതിന് ഒരുപാട് വർഷമായിട്ട് എനിക്ക് 2002 തൊട്ടുള്ള ഒരു പരിചയം. അപ്പൊ വിളിച്ചപ്പോ പുള്ളിക്കാരൻ പിന്നെന്താ മക്കളുടെ ഇവന്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. എന്താ പറയാ, ഗായത്രി സുരേഷ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റുകാർ വന്നിട്ടുണ്ട്. പറയുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് അങ്ങനെ ഇല്ല വാങ്ങിക്കാറില്ല. ഗായത്രി സുരേഷ് തൃശ്ശൂരല്ലേ? വേറെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പെട്ടെന്ന് പറയുമ്പോൾ എന്റെ മെമ്മറിയിൽ ഇല്ല. ആരെങ്കിലും വിട്ടുപോയിട്ട് എനിക്ക് ക്ഷമിക്കണം.